പ്രിയ കൂട്ടുകാരെ, കൊന്നത്തടിയിൽ നിന്നും ബീനാമോൾ റൂട്ടിൽ കൂടി ഏകദേശം കഷ്ടി 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തിപ്പെടുന്ന സ്ഥലമാണ് കൊമ്പൊടിഞ്ഞാൽ. കൊമ്പൊടിഞ്ഞാൽ അത്ര വലിയ ടൗണോ സിറ്റിയോ ഒന്നുമല്ല. എങ്കിൽ പോലും 2 ചെറിയ ജംഗ്ഷനും 2 ചെറിയ സിറ്റിയും കൂടിച്ചേർന്നതാണ് കൊമ്പൊടിഞ്ഞാൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊമ്പൊടിഞ്ഞാലിൻ്റെ 2ാമത്തെ സിറ്റിയിലാണ്. ഈ സിറ്റിയിൽ നിന്നും നേരെ ഇടതുഭാഗത്തേക്ക് കാണുന്ന ഈ റോഡ് കൊന്നത്തടി വെള്ളത്തൂവൽ ഭാഗത്തേക്കും, വലതുഭാഗത്തേക്ക് കാണുന്ന റോഡ് പണിക്കൻകുടി ഭാഗത്തേക്കുമാണ് എത്തിച്ചേരുക. അതുകൂടാതെ ഇതാ നമ്മുടെ പുറകിൽ കൂടി മറ്റൊരു റോഡ് കടന്നു പോകുന്നുണ്ട്. ആ റോഡ് കുറേ ദൂരം ചെന്നതിന് ശേഷം കൊന്നത്തടി റൂട്ടിൽ ലയിക്കുകയാണ് ചെയ്യുക. നമുക്ക് കൊമ്പൊടിഞ്ഞാൽ സിറ്റിയിലെ മറ്റു വിശേഷങ്ങൾ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇവിടെ നിന്നും കഷ്ടി 3/4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ സൗത്ത് കൊമ്പൊടിഞ്ഞാൽ സിറ്റിയിൽ എത്തിച്ചേരും. ഇവിടെ ഒരു കാർഷിക മേഖലയാണ്. എല്ലാ സ്ഥലങ്ങളിലും തെങ്ങും കവുങ്ങും തുടങ്ങി കൃഷികളെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഏലക്കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഈ കാണുന്നതാണ് കൊമ്പൊടിഞ്ഞാൽ സൗത്ത് സിറ്റി. സൗത്ത് എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ സിറ്റിയൊന്നുമല്ല. കൊമ്പൊടിഞ്ഞാലിനെ സംബന്ധിച്ച് വലിയ സിറ്റിയാണ്. പക്ഷേ ഇവിടെ 2-3 കടകളും ചായക്കടകളും ഒരു ബാർബർ ഷാപ്പ്, ഒരു കുരിശുപള്ളി തുടങ്ങി ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഇവിടെ കൊമ്പൊടിഞ്ഞാൽ സൗത്ത് കൊമ്പൊടിഞ്ഞാലിലെ സിറ്റിയുടെ വലിപ്പം ഏകദേശം തീരുകയാണ്. ഇവിടെ നിന്നും ഇടതുഭാഗത്തേക്ക് നമ്മൾ ഒരു 2 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് കൊമ്പൊടിഞ്ഞാൽ നോർത്ത് സിറ്റിയിൽ എത്തിച്ചേരുവാൻ സാധിക്കും. നമുക്ക് നോർത്ത് സിറ്റി ഒന്ന് കാണുവാൻ പോയാലോ. ഈ വഴിക്കാണ് നമുക്ക് നോർത്ത് സിറ്റിയിലേക്ക് പോകാനുള്ളത്. ഈ വലതുഭാഗത്ത് കാണുന്നതാണ് ഇവിടുത്തെ പാൽ സൊസൈറ്റി. പാൽ സൊസൈറ്റിയും പിന്നിട്ട് നമുക്ക് അല്പം ദൂരം കൂടി പോയെങ്കിൽ മാത്രമേ കൊമ്പൊടിഞ്ഞാൽ നോർത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു കാർഷിക മേഖല ആയതുകൊണ്ട് റോഡിൻ്റെ ഇരുഭാഗത്തും കൃഷികളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. കൃഷി എന്ന് പറയുമ്പോൾ കൊക്കോയും ജാതിയും എല്ലാം ഇവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എങ്കിൽ പോലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏലത്തിനാണ് ഇവിടെ പ്രാധാന്യം കൂടുതൽ. ഇത് ഏലക്ക ഉണങ്ങുന്ന ഒരു സ്റ്റോറാണ്. നമുക്ക് ഇനി അല്പദൂരം കൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കൊമ്പൊടിഞ്ഞാൽ നോർത്ത് സിറ്റിയിൽ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. ഇത് ഏലത്തോട്ടത്തിൽ ജോലിയും കഴിഞ്ഞ് പോകുന്ന തൊഴിലാളികളാണ്. തൊഴിലാളികളിൽ ഭൂരിഭാഗവും ബംഗാളികളാണ്. ഈ പോകുന്നതും ഒരു ബംഗാളി സ്ത്രീയാണ്. കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എല്ലായിടത്തും അന്യസംസ്ഥാന തൊഴിലാളികൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇതാണ് കൊമ്പൊടിഞ്ഞാൽ നോർത്ത് സിറ്റി. ഇവിടെ സിറ്റിയൊന്നും പറയാനൊന്നുമില്ല, കടകളോ യാതൊന്നുമില്ല. ഒരു ചെറിയ ജംഗ്ഷൻ മാത്രം. പിന്നെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം കൂടി അവിടെ അനാഥമായ രീതിയിൽ നിൽക്കുന്നു. ഞാൻ എൻ്റെ മുന്നോട്ടുള്ള യാത്ര ഇവിടെ അവസാനിപ്പിച്ചു. ഞാൻ കൊമ്പൊടിഞ്ഞാലിലേക്ക് തിരികെ യാത്ര തുടർന്നു. ഇതാണ് കൊമ്പൊടിഞ്ഞാൽ സൗത്ത്. ഇവിടെ നിന്നാണ് നമ്മൾ നോർത്തിലേക്ക് യാത്ര പോയത്. കൊമ്പൊടിഞ്ഞാൽ സൗത്തിൽ നിന്നും നമ്മൾ ഇടതുഭാഗത്തേക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് പണിക്കൻകുടിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പണിക്കൻകുടിയിലേക്ക് യാത്ര തുടർന്നു. അടഞ്ഞുകിടക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾ ഞാൻ കണ്ടു. ഒരുപക്ഷെ കട നിർത്തിപ്പോയതാകാൻ സാധ്യതയുണ്ട്. ഇതാണ് 2ാമത്തെ ജംഗ്ഷൻ. ഇവിടെ പല സ്ഥലങ്ങളിലേക്കും പോകുവാനുള്ള ചൂണ്ടുപലകൾ വച്ചിരിക്കുന്നു.
ഇടതുഭാഗത്തേക്കൊരു റോഡ് പോകുന്നത് ഞാൻ എവിടേക്കാണെന്ന് തിരക്കി. അത് അവിടെ കുറച്ച് ഭാഗം മാത്രമേ പോകുന്നുള്ളൂ. ആ റോഡ് അവിടെ അവസാനിക്കുകയാണ്. ഞാൻ വീണ്ടും പണിക്കൻകുടിയിലേക്ക് യാത്ര തുടർന്നു. ഈ റോഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ റോഡ് അറിയപ്പെടുന്നത് തന്നെ ബീനാമോൾ റോഡ് എന്ന പേരിലാണ്. കാരണം കുറേ വർഷങ്ങൾക്ക് മുൻപ് ഈ റോഡൊന്നും ഇത്ര പ്രാധാന്യമായി ഇവിടെ ഉണ്ടായിരുന്നില്ല. രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ബീനാമോൾക്ക് വേണ്ടി സർക്കാർ പണി കഴിപ്പിച്ച റോഡാണിത്. അങ്ങനെ ഞാൻ ഈ റോഡിൽ കൂടി സഞ്ചരിച്ച് കൊന്നത്തടിക്ക് സമീപം എത്തിക്കഴിഞ്ഞു. കൊന്നത്തടിയിൽ നിന്നും ഇടതുഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ മുനിയറ നെടുങ്കണ്ടം ഭാഗത്തേക്കും വലതുഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ അടിമാലി ഭാഗത്തേക്കും എത്തിച്ചേരുവാൻ സാധിക്കും. എനിക്ക് പോകേണ്ടത് കൊന്നത്തടിയിൽ നിന്നും അടിമാലി ഭാഗത്തേക്ക്, അതായത് വലതു ഭാഗത്തേക്കാണ് പോകാനുള്ളത്. പ്രിയ കൂട്ടുകാരെ, ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.